നിയമവൃത്തങ്ങളിലും മോഡലിംഗ് രംഗത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ലണ്ടൻ ഹെയർ കട്ട് കേസിൽ നിർണായകമായ അന്തിമ വിധി വന്നിരിക്കുകയാണ്. മുടിവെട്ടി നശിപ്പിച്ചുവെന്ന പരാതിയിൽ മോഡലിന് 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. ജസ്റ്റിസുമാരായ അനിരുദ്ധ ബോസ്, വിക്രം നാഥ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പ്രസ്താവിച്ചത്. 2 കോടി രൂപ എന്നത് അമിതമായ തുകയാണെന്ന് നിരീക്ഷിച്ച കോടതി സലൂൺ നേരത്തെ കെട്ടിവെച്ച 25 ലക്ഷം രൂപ മോഡലിന് അന്തിമ നഷ്ടപരിഹാരമായി നൽകാൻ ഉത്തരവിട്ടു. 2018 ഡൽഹിയിലെ പ്രശസ്തമായ പഞ്ചനക്ഷത്ര ഹോട്ടലായ ITC മൗര്യയിലെ സലൂണിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രമുഖ മോഡലായ ആഷ്ന റോയിയാണ് തന്റെ കരിയറിനെ ബാധിക്കുന്ന തരത്തിൽ മുടി വെട്ടി നശിപ്പിച്ചുവെന്ന് ആരോപിച്ച് നിയമ പോരാട്ടം തുടങ്ങിയത്. തന്റെ മുടിയുടെ അറ്റത്തിൽ നിന്ന് കേവലം 4 ഇഞ്ച് മാത്രം വെട്ടി മാറ്റാനായിരുന്നു ആഷ്ന സലൂൺ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ തന്റെ തലയിലാകെ 4 ഇഞ്ച് മുടി മാത്രമാണ് അവശേഷിച്ചതെന്ന് ആഷ്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുടി വെട്ടുന്ന സമയത്ത് താൻ ഇത്രയും അധികം നീളം കുറയ്ക്കുന്നതിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിരുന്നുവെന്നും ആഷ്ന വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സലൂണിലെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഇത് ആധുനികമായ ലണ്ടൻ ഹെയർ കട്ട് ആണെന്ന് പറഞ്ഞ് തന്നെ വിശ്വസിപ്പിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. നീളമുള്ള മുടി തന്റെ പ്രൊഫഷന്റെ ഭാഗമാണെന്നും അത് നഷ്ടപ്പെട്ടതോടെ കരിയറിൽ വലിയ തിരിച്ചടികൾ നേരിട്ടെന്നുമാണ് ആഷ്ന വാദിച്ചത്. തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന നിരവധി പരസ്യ ചിത്രങ്ങളും മോഡലിംഗ് കരാറുകളും മുടി പോയതോടെ റദ്ദാക്കപ്പെട്ടുവെന്ന് അവർ കോടതി അറിയിച്ചു. തന്റെ ആത്മവിശ്വാസത്തെയും വ്യക്തിത്വത്തെയും മുടി വെട്ടിയ സംഭവം ബാധിച്ചുവെന്ന്, ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കഠിനമായ മാനസിക സമ്മർദ്ദത്തിലേക്കും വിഷാദത്തിലേക്കും നയിച്ചുവെന്നും ആഷ്ന കോടതിയിൽ വികാരധീനയായി മൊഴി നൽകിയിരുന്നു. തുടക്കത്തിൽ 5 കോടി രൂപയാണ് ആഷ്ന റോയ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടത്. ഒരു പ്രമുഖ മോഡലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാഹ്യരൂപം വരുമാന മാർഗമാണെന്ന വാദം പരിഗണിച്ച ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ 2 കോടി രൂപ നഷ്ടപരിഹാരമായി അനുവദിച്ചു. എന്നാൽ ITC മൗര്യ ഈ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു. മുടി വെട്ടിയതിലെ പിഴവ് സംബന്ധിച്ചാൽ തന്നെയും 2 കോടി രൂപ എന്ന ഭീമമായ തുക നൽകാൻ തക്കവണ്ണമുള്ള വരുമാന നഷ്ടം മോഡലിന് ഉണ്ടായിട്ടില്ലെന്നായിരുന്നു ഹോട്ടൽ മാനേജ്മെന്റിന്റെ വാദം. കേസ് വിശദമായി പരിശോധിച്ച സുപ്രീം കോടതി മോഡലിന്റെ വാദങ്ങളിൽ ചില പോരായ്മകൾ കണ്ടെത്തി. മുടി വെട്ടിയത് കാരണം സിനിമകളിലോ വലിയ മോഡലിംഗ് പ്രൊജക്ടുകളിലോ ഉള്ള അവസരങ്ങൾ തനിക്ക് നഷ്ടപ്പെട്ടുവെന്ന് രേഖാമൂലം തെളിയിക്കാൻ ആഷ്നയ്ക്ക് സാധിച്ചില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. നഷ്ടപരിഹാരം നിശ്ചയിക്കുമ്പോൾ കൃത്യമായ തെളിവുകളുടെയും വരുമാന രേഖകളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം അത് ചെയ്യേണ്ടത്. വെറും അനുമാനങ്ങളുടെ പുറത്ത് കോടികൾ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടുന്നത് നിയമപരമായി ശരിയല്ലെന്ന് സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കി. സലൂണിന്റെ ഭാഗത്തു നിന്ന് സേവനത്തിൽ വീഴ്ചയുണ്ടായി എന്ന കാര്യത്തിൽ കോടതിക്കും തർക്കമുണ്ടായിരുന്നില്ല. ഉപഭോക്താവിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചത് സേവനത്തിലെ വലിയ പിഴവായി തന്നെ കോടതി കണക്കാക്കി. എങ്കിലും 2 കോടി രൂപ എന്നത് ഒരു ഹെയർ കട്ടിന് നൽകേണ്ടി വരുന്ന അവിശ്വസനീയമായ തുകയാണെന്ന് കോടതി വിലയിരുത്തി. ഉപഭോക്തൃ കോടതി വിധി പ്രകാരം സലൂൺ നേരത്തെ തന്നെ 25 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെച്ചിരുന്നു. ഈ തുക പരാതിക്കാരിക്ക് ലഭിക്കാൻ അർഹതയുണ്ടെന്ന് കോടതി വിധിച്ചു. 25 ലക്ഷം രൂപ എന്നത് ഒരു മുടിവെട്ടൽ കേസിലെ ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാര തുകകളിലൊന്നാണ്. ITC മൗര്യ പോലുള്ള ഒരു വൻകിട സ്ഥാപനത്തിന് ഈ തുക വലിയ ഭാരമല്ലെങ്കിലും നഷ്ടപരിഹാര തുകയിൽ ഒരു യുക്തി വേണമെന്ന സന്ദേശമാണ് സുപ്രീം കോടതി നൽകിയത്.